സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമയായിക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികളെ അവൻ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകുന്ന വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരൻ ആയിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നന്ദി പറയണമെന്നുള്ളതാണ് ഈ വചനത്തിന്റെ സാരാംശം. എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ മകന് 2 വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ 2-3 ഇന്റർവ്യൂ നടത്തിയിട്ടും പാസ്സാകാൻ പറ്റിയില്ല. അതുകൊണ്ട് അവന് 2-3 പൈസ കൊടുത്തെങ്കിലും അതെല്ലാം നഷ്ടമാവുകയും അവന് വളരെ നിരാശ ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ബ്രദറുമായിട്ട് ഈ കാര്യം പങ്കുവച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ടാണ് ബ്രദർ പറഞ്ഞത്, ആ വീടങ്ങ് മാറാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, നല്ല സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരു വീടാ, വാടകയ്ക്കാണ്, അത് മാറുന്നത് എങ്ങനെയാ? ഏതായാലും ദേവദാസൻ പറഞ്ഞതിനെ ഓർത്ത് ഞാൻ ആ വീടങ്ങ് മാറി. വീട് മാറി 4-ാമത്തെ ദിവസം എൻ്റെ മകന് സെലക്ഷന് പോകുന്നതിനുള്ള ഇന്റർവ്യൂ പാസ്സായതിൻ്റെ മെസ്സേജ് വന്നു. അവൻ കഴിഞ്ഞ ചൊവ്വാഴ്ച വിദേശത്തേക്ക് പോവുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈശോയ്ക്ക് 1000 നന്ദിയും ഇതിന് കാരണഭൂതനായ ഞങ്ങളുടെ ബ്രദറിന് നന്ദിയും പറയുന്നു. കാരണഭൂതൻ ഞാനൊന്നുമല്ല, ദൈവമാണ്. അത് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തോട് വീട് മാറാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങളാരും വീട് മാറണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ തരുമ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ഈ 2 സാക്ഷ്യങ്ങൾ കേട്ടു. മറ്റനേകം സാക്ഷ്യങ്ങളുണ്ട്, ഇനി അത് പിന്നീട് ഒരു ദിവസം പറയാം. അപ്പോൾ ഇത് 2ഉം വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. 22 എന്ന് പറയുന്ന സിസ്റ്റർ നിധി വിശ്വസിച്ചു, ജോഷി വിശ്വസിച്ചു. വീട് മാറണമെന്ന് ഇപ്പൊ സാക്ഷ്യം പറഞ്ഞ സോജൻ ചേട്ടൻ വിശ്വസിച്ചു, കുടുംബം വിശ്വസിച്ചു. അപ്പോൾ ദൈവം എന്തു പറയുന്നു നമ്മളോട്, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് വചനത്തിലൂടെ സംസാരിക്കുന്നു അതിൽ അടിയുറച്ചു വിശ്വസിക്കുമ്പോഴാണ് മാറ്റം വരുന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ 2 കുടുംബങ്ങൾ അനുഗ്രഹത്തിന്റെ സാക്ഷ്യമായി മാറി. ഇവിടെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കൃപ വന്നത് നമുക്കറിയാം. ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ വസ്തു വിൽക്കുകയും 2-3 പ്രാവശ്യം പൈസ കൊടുത്തിട്ട് ആ പൈസയെല്ലാം നഷ്ടപ്പെട്ടു പോയ അവന്റെ ജീവിതത്തിൽ ദൈവം അവൻ പോലും പ്രതീക്ഷിക്കാത്ത നല്ല രീതിയിൽ ഒരു ട്രെയിനിങ്ങോട് കൂടി അവന് ഒരു ജോലി ദൈവം കൊടുത്തുവെങ്കിൽ ഈ ദൈവമാണ് അന്ന് ഗെരാറിൽ ഇസ്ഹാക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം. കരപറ്റി പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയും. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരും. ഈ ജീവിതയാത്രയിൽ എന്നും സുഖം മാത്രമല്ലെന്ന് ഓർത്തുകൊള്ളുക. ഈ ജീവിതയാത്രയിൽ എന്നും ദാരിദ്ര്യം മാത്രമല്ല എന്ന് ഓർത്തുകൊള്ളുക. അത് പ്രിയപ്പെട്ടവരെ, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെയും ദൈവം ഇടപെടുന്ന ചില മേഖലകളെ കുറിച്ച്. ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേൽ മുഴുവനും കൊടും വരൾച്ചയിലാണ്. മനുഷ്യരും മൃഗങ്ങളും
ഭക്ഷണവും ജലമില്ലാതെ ചത്തൊടുങ്ങുകയാണ്. ആദ്യം കണ്ട ഇസ്ഹാക്കിന്റെ കഥയല്ല ഇത്. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ കാണുന്ന കഥ. അവിടെ കർത്താവ് തന്റെ പ്രവാചകനെ പ്രത്യേകമായി കരുതി അവിടുന്ന് പറഞ്ഞു, ഈ ഇസ്രായേൽ ജനം മുഴുവൻ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ തന്റെ ദാസനായ പ്രവാചകനായ ദൈവദാസനെ വിളിച്ചിട്ട് പറയുകയാണ്, കർത്താവിന്റെ പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ പുറപ്പെട്ട് സീദോന് കിടപ്പുള്ള കെരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ മുഴുവൻ കൊടും വരൾച്ചയിലാണ്. മനുഷ്യരും മൃഗങ്ങളും ഭക്ഷണവും ജലമില്ലാതെ കൊണ്ട് ചത്തൊടുങ്ങുന്ന സമയം ദൈവം തൻ്റെ ദാസനായ പ്രവാചകനെ വിളിച്ചിട്ട് പറയുന്നു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിക്കുക. ഹല്ലേലൂയ. ഓർക്കണേ, ഇസ്രായേൽ ജനം മുഴുവൻ കൊടും വരൾച്ചയിലാണ്. അവിടെ മൃഗങ്ങളും മനുഷ്യനും ഭക്ഷണമില്ലാത്തതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ദൈവം തന്റെ പ്രവാചകനെ വിളിച്ചിട്ട് പറയുന്നു, നീ കെരീത്ത് നീർച്ചാലിനരികെ പോയി താമസിക്കണം. ഏത് ചാലിനരികെയാണ്? നീർച്ചാലിനരികെ. ഈ വറ്റി വരണ്ട് കിടക്കുന്ന ജലമില്ലാത്ത ഈ സ്ഥലത്തിൽ നീ വസിക്കുന്നത്, നീ കെരീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിക്കണം. അവിടെ താമസിക്കുമ്പോൾ എങ്ങനെ താമസിക്കണം? ഒളിച്ചു താമസിക്കണം. എങ്ങനെ താമസിക്കണം? ഒളിച്ചു താമസിക്കും. ഒളിച്ചു താമസിക്കുന്നതിന്റെ പ്രത്യേകത എന്നാ? ആരെങ്കിലും കണ്ടവനെ പിടിച്ചുകൊണ്ട് ചില രഹസ്യാന്വേഷണ വിഭാഗം, ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര്, ചില ശാസ്ത്രജ്ഞര്, ചില രഹസ്യ സ്വഭാവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരൊക്കെയാണ് എങ്ങനെ ഒളിച്ചു താമസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കർത്താവിന്റെ പ്രവാചകനോട് പറയാ, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. എന്നിട്ട് പറയാ, അടുത്ത വചനം പറയാ, നിനക്ക് അരുവിയിൽ നിന്നും വെള്ളം കുടിക്കാം. എവിടെ നിന്ന് വെള്ളം കുടിക്കാം? അരുവിയിൽ നിന്നും. അരുവിയിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ടോ? കട്ടരുവി. ഹല്ലേലൂയ. അരുവി എന്ന് പറയുന്നത് എങ്ങനെയുള്ള? വനത്തിൽ നിന്നും ഒഴുകും ശുദ്ധമായ വെള്ളം. അരുവിയിൽ നിന്നും വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം ആരാ തരുന്നത്? ഹല്ലേലൂയ. ഭക്ഷണം തരുന്ന ആരാണ്? കാക്ക. കാക്കയെ കണ്ടിട്ടുണ്ടോ? ഒരു ട്രോളിങ്ങിന് ഫേസ്ബുക്കിലൊക്കെ വരുന്നില്ല ഇല്ലേ? പക്ഷെങ്കിലും ഇവിടെ ദൈവത്തിന്റെ വചനമാണ്, ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്നോ. കൽപ്പനയാണ്. കൽപ്പന ധിക്കരിക്കാൻ പറ്റുമോ? ഇല്ലയോ? ഇല്ല. അപ്പൊ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെയല്ലേ ആ വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത്? കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കാക്കകളാണ് പിന്നെ രാവിലെയും വൈകിട്ടും കാക്ക എവിടെ നിന്നോ അപ്പം മാംസം എത്തിച്ചു കൊടുത്തു. രാവിലെയും വൈകിട്ടും. ഉച്ചഭക്ഷണമൊന്നും ഇല്ല. ഉച്ചഭക്ഷണം കാക്കയില്ല. ഇവിടെ രാവിലെയും വൈകിട്ടും ഈ പ്രവാചകന്, ഏത് പ്രവാചകന്? ഏലിയ പ്രവാചകന് രാവിലെയും വൈകിട്ടും ഭക്ഷണം കൊണ്ട് കൊടുത്തു. എന്തൊക്കെയാണ് കൊടുത്തത് നോക്കുക. ഈ രാവിലെയും വൈകിട്ടും കൊടുത്തത് എന്താണ്? എവിടുന്നോ അപ്പവും മാംസവും. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, അന്നും അപ്പവും മാംസവും ഉപയോഗിച്ചിരുന്നു, അപ്പവും ഇറച്ചിക്കറിയും ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ എവിടെ നിന്നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്ന അരുവിയിലെ വെള്ളമാണ്. അരുവിയിലെ വെള്ളം കുടിക്കാം. സന്തോഷത്തോടെ ജീവിച്ചു വന്ന പ്രവാചകന്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രതിസന്ധി. ഈ ഒളിച്ച് താമസിക്കുകയാണെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, വേറെ വല്ലതും വേണോ? വേണ്ട. അപ്പോൾ സന്തോഷത്തോടെയുള്ള ജീവിതം എന്ന് പറയുന്നത്, ഈ സന്തോഷത്തോടെ ജീവിച്ചു വന്ന പ്രവാചകന്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രതിസന്ധി. ഹല്ലേലൂയ. എത്ര ഉണ്ടായത്? പെട്ടെന്ന്, സഡൻ. പെട്ടെന്ന് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്ന ഈ പ്രവാചകന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈ പ്രതിസന്ധി? വെള്ളം കുടിക്കാൻ അരുവിക്കരയിൽ എത്തിയപ്പോൾ ഉറവ കഠിന വരൾച്ചയാൽ വറ്റിപ്പോയിരിക്കും. ഈ പ്രവാചകനോട് ദൈവം പറഞ്ഞത്,
അവിടെ പോയി വെള്ളം കുടിച്ചു, അരുവിയിൽ നിന്ന് നീ വെള്ളം കുടിച്ചു എന്ന് പ്രവാചകനോട് ദൈവമായ കർത്താവ് പറഞ്ഞത്. പക്ഷെ കുറച്ചുനാൾ സന്തോഷത്തോടെ ജീവിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞപ്പോൾ കാണുകയാണ് അരുവി എന്ത് ചെയ്തു? പറ്റിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകന്റെ ജീവിതത്തിലും വഴി അടഞ്ഞതുപോലെ ആ പ്രവാചകന് തോന്നിയത്. അതേ പ്രിയപ്പെട്ടവരെ, കുടിക്കാൻ അരുവിയിൽ എത്തിയപ്പോൾ ഉറവ കഠിനവാഴ്ചയാൽ പറ്റിപ്പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? ഇതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇസ്ഹാക്ക് പറഞ്ഞൊരു കാര്യം, ഇനി എന്ത് ചെയ്യും? നമ്മൾ ഓരോരുത്തരും ചില സമയത്ത് പറഞ്ഞില്ലേ, ഇനി എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഒരു കാലത്ത് നമ്മുടെ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ കിണറ്റിൽ നിന്നും ഈ മലമുകളിൽ വസിക്കുന്ന ആളുകൾ വന്ന് ധാരാളം വെള്ളം കുടിച്ചത്, ധാരാളം വെള്ളം കുടിച്ചത്. ഇപ്പോൾ അത് കുടിക്കാൻ ആരും വരുന്നില്ല. അവരവരുടെ വീടുകളിൽ പൈപ്പിലൂടെ വെള്ളം എത്തുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഈ ദേവാലയത്തിന് മുൻവശത്തുള്ള കിണറിലെ വെള്ളം കോരി ആരെങ്കിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തോടെ അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അവൻ അനുഗ്രഹിക്കപ്പെടുകയും അവന്റെ ശരീരത്തിലെ രോഗപീഠകൾ മാറുകയും ചെയ്യും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. കൊറോണയ്ക്ക് മുമ്പ് ഒരു മാസം മുമ്പ് ഒരു കുടുംബം കട്ടപ്പന വെള്ളയാംകുടി എന്ന് പറയുന്ന സ്ഥലത്തൂടെ പ്രാർത്ഥനയ്ക്കുന്നു. അവർക്കൊരു കുപ്പി വെള്ളം വേണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കിണറ്റിൽ വെള്ളം എടുത്തു. ആ വെള്ളം എടുത്ത് അൾത്താരയിൽ വയ്ക്കുക. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ മാറ്റുപൊട്ടോട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഈ വെള്ളം ഒന്ന് ആസ്വദിക്കണം. അച്ഛനത് ആസ്വദിച്ചു പ്രാർത്ഥിച്ചു. ഇവർ വെള്ളം കൊണ്ട് കുടിക്കാൻ തുടങ്ങി. 18 വർഷമായി നിലനിന്ന ആ സ്ത്രീയുടെ ആസ്മാരോഗം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഈ ജലത്തിന്റെ ശക്തി എത്ര വലുതാണ് എന്ന്? നോക്കുവാൻ അണഞ്ഞു കിടക്കുന്നു, പുല്ല് പിടിച്ചു കിടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ കണ്ണുനീർ തുള്ളി പോലെ ഒരു ജലസ്രോതസ്സുകൾ വറ്റാത്ത അരുവിയായുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മലമുകളിൽ നിന്ന്, ദേവാലയത്തിന്റെ ഈ മലമുകളിൽ നിന്ന് ഇതാ ഒഴുകുന്ന നീരുറവ സൗഖ്യത്തിനുള്ളതാ. കരമൂറ്റിന്ന് പറഞ്ഞ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പ്രവചിക്കുന്നു, ഈ കിണറ്റിലെ വെള്ളം എന്നെങ്കിലും ഇവിടെ പറ്റിക്കഴിഞ്ഞാൽ ഈ ദേശത്ത് വരൾച്ചയുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കുന്നു? ഈ ദേവാലയത്തിന്റെ മുൻവശത്തുള്ള കിണറ്റിലെ വെള്ളം തീർന്നു പോയാൽ ഈ ദേശത്തൊരു തുള്ളി വെള്ളം കിട്ടാനില്ലാത്ത ബുദ്ധിമുട്ടുകളിലേക്ക് കാലം വരുന്നു. കരുപറ്റി പറഞ്ഞ ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഏലിയാ പ്രവാചകൻ വെള്ളം കുടിക്കാൻ ചിലപ്പോൾ വെള്ളമില്ല. നിരാശപ്പെട്ടില്ല. പക്ഷേ ഏലിയാ നിരാശപ്പെട്ട് പരിഭ്രാന്തനാകാതെ ദൈവത്തിലേക്ക് ഹൃദയമൂർത്തി. ആരായി വനത്തിൽ കൊണ്ടുവന്ന് ഈ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞത്? ദൈവം. ആരാ കൊണ്ടുവന്നത്? ദൈവം. ആ ദൈവത്തിലേക്ക് നോക്കി ഹൃദയമൂർത്തി. കർത്താവേ, ഞാൻ ഇനി എവിടുന്ന് വെള്ളം കുടിക്കുന്നതെന്നും ചോദിച്ചില്ല. ഹൃദയം ഉയർത്തി കഴിയുമ്പോൾ കർത്താവിനറിയാം ഈ ഹൃദയം ദാഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ഹൃദയം എന്ത് ചെയ്യുന്നു? ദാഹിക്കുന്നു. അതാ യേശു പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയം ദാഹിക്കുന്നുവെങ്കിൽ അവൻ വന്ന് കുടിക്കട്ടെ എന്ന് പുനതമ്പരാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻവശത്തുള്ള കിണറിൽ നിന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഒരു കുപ്പി വെള്ളങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയി അത് വിശുദ്ധീകരണത്തിന് രോഗശാന്തിക്കുമായി നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുന്ന നാളുകൾ വരാൻ പോകുന്നത്. കരമേറ്റി പറഞ്ഞു ഹല്ലേലൂയ, ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥന കിട്ടിയൊരു മെസ്സേജാ. അടുത്ത ദിവസം വികാരിച്ചോട് പറഞ്ഞിട്ട് ആ കിണറെ ശുദ്ധീകരിച്ച് അതിനെ ആസ്വദിച്ച് വെഞ്ചിരിച്ച് അത് മോദിയിടാൻ പോവുക. പ്രാർത്ഥനയുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി
ആ ജലമെടുക്കാൻ പോകുന്ന നാളുകൾ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദേവാലയത്തിന്റെ മലമുകളിൽ നിന്നും ഈ ദേവാലയത്തിന്റെ മുൻവശത്തു നിന്ന് ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകളിൽ സൗഖ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ജലത്തിലൂടെ അനേകര് സൗഖ്യം പ്രാപിക്കാൻ കടന്നു വരാൻ പോവുകയാ. കരമുറ്റി പറഞ്ഞു ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആസ്മ രോഗി മാത്രമല്ല, വേറെ 1-2 പേര് കൂടി വെള്ളം കൊണ്ടുപോയിട്ട് സൗഖ്യമുണ്ടായതായി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ കൊറോണ ആയതുകൊണ്ട് പിന്നെ അതെല്ലാം മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഡയറി എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇന്ന സൗഖ്യം ഈ വെള്ളത്തിലുണ്ടായി എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വെള്ളയാംകുടിക്കാരെ ഒരു ദിവസം നിങ്ങളുടെ മുൻപിൽ ഞാൻ കൊണ്ടുവരും. ഹല്ലേലൂയ. സാക്ഷ്യം വേണ്ടേ? വേണം. കണ്ടാലല്ലേ വിശ്വസിക്കത്തുള്ളൂ. കാണാതെ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേഗത്തിൽ പോകാം. പക്ഷേ ഏലിയ നിരാശപ്പെട്ടില്ല, പരിഭ്രാന്തിയിലേക്ക് പോയില്ല. ദൈവത്തിലേക്ക് ഹൃദയം ഉയർത്തി. ഹല്ലേലൂയ. എങ്ങോട്ട് ഹൃദയം ഉയർത്തി? ദൈവത്തിൽ. ഈ ഹൃദയം എടുത്തിട്ടിങ്ങനെ ഉയർത്തണോ? ഇതേ അല്ല, പിന്നെ എങ്ങനെ കാണിച്ചായ ഹൃദയം എങ്ങനെ ഉയർത്തിയിട്ടുണ്ടാകാം? ആ ഹൃദയം ദൈവത്തിലേക്ക് എന്ന് പറയുമ്പോൾ വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പറഞ്ഞത്. അതേപ്രിയപ്പെട്ടവരെ, ദൈവത്തിലേക്ക് നോക്കിയ സമയം ദൈവം ഏലിയായോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ സറാഫത്തിലേക്ക് പോവുക. ഈ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പം ഈ ഏലിയായോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് പോകണം, സറാഫാത്തിലേക്ക് പോകണം. വനത്തിൽ നിന്നും പട്ടണത്തിലേക്ക് പോകണം. സറാഫാത്ത് എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നത് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ആരോടാ പറഞ്ഞിരിക്കുന്നത്? ആരോടാ? വിധവയോട്. ഹല്ലേലൂയ. വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. സറാഫത്തിലെ പ്രഭുക്കന്മാരെയോ സമ്പന്നന്മാരെയോ അല്ല, ദൈവം ദരിദ്രരായ ഒരു വിധവയാണ് പ്രവാചകനെ സംരക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ചത്. നോക്കണേ, ദൈവം തൻ്റെ പ്രവാചകനെ സംരക്ഷിക്കാനായിട്ട് ദൈവം സമ്പന്നനെയോ അല്ലെങ്കിൽ വലിയവനെയോ ഒന്നുമല്ല ഏർപ്പാടാക്കിയത്. ആരെയാണ്? ദരിദ്രയായ ഒരു വിധവയിലും സമ്പന്നനില്ലേ? ഉണ്ട്. ഇവിടെ ദരിദ്രയായ ഒരു വിധവയാണ് പ്രവാചകനെ സംരക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലൂടെയും എല്ലാവരിലൂടെയും പരിപാലിക്കുന്നത് ദൈവമാണെങ്കിൽ, ഒന്ന് ശ്രദ്ധിക്കണം, ഇത് എല്ലാത്തിലൂടെയും എല്ലാവരിലൂടെയും പരിപാലിക്കുന്നത് ദൈവമാണെങ്കിൽ, പരിപാലനം നൽകിയ വ്യക്തികളും സാഹചര്യങ്ങളും മാറിയാലും നാം ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും ഒരു 10,000 രൂപ ആരെങ്കിലും തന്നുകൊണ്ടിരുന്നു എന്ന് കരുതുക. അവരുടെ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ദശാംശത്തിൻ്റെ വകയോ എന്തോ ആയിക്കൊള്ളട്ടെ, എല്ലാ മാസവും നമുക്ക് 10,000 രൂപ തരും. ഈ 10,000 രൂപ തരുന്നവർ സന്തോഷത്തോടെ തരുന്നതായിരിക്കും. ഒരു ദിവസം ഈ പണം വരാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ചോദിക്കും, ഇനി എന്ത് ചെയ്യും? കാരണം ഈ 10,000-നെ ഡിപ്പെൻഡ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് കിട്ടാതെ വന്നപ്പോഴപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ മനസ്സാകെ മാറി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതാ വചനം പറയുന്ന എല്ലാത്തിലൂടെയും എല്ലാവരുടെയും പരിപാലിക്കുന്ന ദൈവമാണെങ്കിൽ, പരിപാലനം നൽകിയ വ്യക്തികളും സാഹചര്യങ്ങളും മാറിയാൽ നാം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം, ഈ ദൈവം നിനക്ക് ആ 10,000 രൂപ മനുഷ്യനോട് തന്നുകൊണ്ടിരുന്നത് ദൈവമാണ്. ആ മനുഷ്യൻ നിനക്ക് തന്നില്ലെങ്കിലും നിനക്ക് മറ്റാരെങ്കിലും തരാൻ കഴിവുള്ള ദൈവം വീണ്ടും ജീവിക്കുന്നു. അതാണ് നീ അറിയേണ്ടത്. ഹല്ലേലൂയ. ഇന്നലെ നിനക്ക് മറ്റൊരാളിലൂടെ ആയിരുന്നെങ്കിൽ നാളെ നിനക്ക് വേറൊരാളിലൂടെ തരാൻ ദൈവം തയ്യാറാ. അന്ന് ആ വനാന്തരത്തിനുള്ളിൽ താമസിച്ച ആ പ്രവാചകനെ കാക്കകളെ കാലത്തും വൈകിട്ട് അപ്പോൾ മാംസം കൊണ്ട് കൊടുത്തെങ്കിൽ അവിടെ നിന്ന് അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് ദരിദ്രയായ ഒരു വിധവയുടെ അടുക്കലേക്ക് കൊണ്ട് എന്നിട്ട് അവളിലൂടെ ഭക്ഷണം കൊടുക്കുകയാ. പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, എല്ലാത്തിലൂടെയും എല്ലാവരിലൂടെയും പരിപാലിക്കുന്ന ദൈവമാണെങ്കിൽ, പരിപാലന നൽകിയ വ്യക്തികളും സാഹചര്യം മാറിയാലും
ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവം ആരുടെ കൂടെയുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് വലതുകരം വ്യക്തി എല്ലാത്തിലൂടെയും എല്ലാവരിലൂടെയും പരിപാലിക്കുന്നത് ദൈവമാണെങ്കിൽ എനിക്ക് നാളിതുവരെ പരിപാലന നൽകിയ വ്യക്തികളും സാഹചര്യങ്ങളും മാറിയാലും ഞാൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കേരള ഗവൺമെന്റിന്റെ പെൻഷൻ നിന്നാലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പെൻഷൻ തരുമെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. കേരള ഗവൺമെന്റിന്റെ മെഡിസപ്പ് നിന്ന് പോയാലും ആയുർഭവാന്റെ 5 ലക്ഷം രൂപ, സ്റ്റാർ ഹെൽത്തിന്റെ 5 ലക്ഷം രൂപ നിനക്ക് ദൈവം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉദാഹരണത്തിൽ പറയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നും നിന്റെ ജീവിതത്തിന്റെ വഴി അടഞ്ഞു എന്ന് പറഞ്ഞാൽ നാളെ മറ്റൊരു വഴി നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ദൈവമാണെന്ന് നീ അറിഞ്ഞാൽ അവിടെ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. കരമേറ്റ് പറഞ്ഞു ഹല്ലേലൂയ. അതാണ് ദൈവം. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു. ഞാൻ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എന്നോട് നീ ഇത് ചെയ്തല്ലോ എന്ന് ദൈവത്തോട് പറയരുത്. കാരണം ദൈവം പരിപാലിക്കുന്നുണ്ട് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സംരക്ഷണം നിനക്കുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഈ ശുശ്രൂഷയിൽ വീണ്ടും വീണ്ടും എനിക്ക് പ്രചോദനം തരുന്ന, ശുശ്രൂഷ നിർത്തിയേക്കാമെന്ന് പോലും ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രചോദനം തരുന്ന ഒരമ്മച്ചിയാണ് ഭവാനിയമ്മ, ദേവികമ്മ, മോനെ. കാരണം മടുക്കുന്ന് ദേവാലയത്തിൽ വെച്ച് ഇവരുടെ ഈ നടു നിവർന്നു വന്ന അന്ന് കർത്താവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഇവർ നിന്റെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. ഇവരുടെ ചരിത്രം, ഇവര് തടിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. കഷ്ണം വീണ് ഞാൻ പറയാം അപ്പൊ തടി വീണിട്ട് ഇവിടെ നടു വളഞ്ഞുപോയി. ഇവരെ നേരത്തെ കണ്ട ആളുകൾ പലരുണ്ട്, കുനിഞ്ഞു മാത്രമേ നടക്കത്തുള്ളൂ. കണ്ടിട്ടുണ്ട്. ഇവര് നേരത്തെ ഈ വളഞ്ഞു നടക്കുന്ന സമയത്ത് കണ്ടവരാരെങ്കിലും ഉണ്ട്? കുറേ പേരുണ്ട്. ഹാല് കണ്ടോ? ഇത്രയും പേരുണ്ട്. അപ്പൊ കൂനി എന്നാണ് അവരെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. കൂനി. എങ്ങനെയാ? കൂനി. അതേ ദേവാലയത്തിലേക്ക് വരുമ്പോഴും ഒരു കൂനിയായിട്ടാണ് വന്നത്. വചനം കേട്ടു, വചനത്തിൽ വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ കാണുകയാണ്, ഇവർക്ക് ശക്തമായ നടുവേദനയുണ്ടായി. മടുക്കുന്ന ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൻ്റെ ആൾത്താരയ്ക്ക് മുന്നിൽ ഇവർ കിടന്ന് ഉരുളുകയാണ്. വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ആ മക്കൾ ഒരിക്കലും വളരില്ലാതെ മുതിർന്നു വരുന്നില്ല വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടും ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ ഇന്ന് കൊണ്ടുനടക്കുക. ഞാൻ എവിടെയൊക്കെ ശുശ്രൂഷിക്കുമ്പോയാലും അവിടെ എല്ലാം വരും. ഹല്ലേലൂയ. കോട്ടയത്ത് പോയപ്പോൾ അവിടെ വരുമായിരുന്നു. തൃശ്ശൂരൊക്കെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരും മൊത്തം തൃശ്ശൂർ വന്ന് സാക്ഷ്യം പറയാൻ ഇവർ വന്നിട്ടുണ്ട്. അമ്മച്ചി പ്രായമല്ലേ, ഒന്നും എന്നോട് ബ്രദർ പറയണ്ട, എനിക്ക് യേശുവിനെ സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഇന്നും വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ധ്യാനം തുടങ്ങാൻ എനിക്കൊരു മടി. ആള് കിട്ടുമെന്നുള്ളതല്ല, എന്തോ എനിക്കൊരു മടി. ഈ അമ്മച്ചി എന്നെ തേടി കായലപ്പടി വന്നിട്ട് പറഞ്ഞു, നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയോ? കർത്താവിൻ്റെ വചനം പങ്കുവെക്കണ്ടേ? എല്ലാം കുറവ്, എൻ്റെ അധികം പൈസ ഒന്നുമില്ല, എന്നാണ് ചെയ്യാം? പ്രിയപ്പെട്ടവരെ, ഒരു 300 രൂപ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാനിത് ബ്രദറിന് തരാൻ വേണ്ടി കാത്തു വെച്ചിരുന്ന, നമുക്ക് എന്താണേലും ഈ മാസം ശുശ്രൂഷ ആരംഭിക്കണം. ഹല്ലേലൂയ. 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 അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പള്ളിയിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നു, ബ്രദറെ, ആളുകളുടെ ശുശ്രൂഷ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് കൈകാരൻ സാമ്പത്തിച്ചാൽ എന്നെ വിളിക്കുന്നു. അങ്ങനെയാണ് രണ്ടാമത് ശുശ്രൂഷ ആരംഭിച്ചത്. ഹല്ലേലൂയ. ഈ അമ്മച്ചി ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. ഗുഡ്നസ് ടിവിയിലെ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇവിടെ ചരിത്രം കാണാം. ഇതൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. പോകാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് വേണമെങ്കിൽ ഇത് ആൾക്കൂട്ടം കുറവാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാം. അല്ലേ ബ്രദറെ? ആൾക്കൂട്ടം കുറവാ, നഷ്ടമോ? ഒരു ദിവസം സൂക്ഷം മുന്നോട്ട് പോകണേ 5000 രൂപയെങ്കിലും വേണം. നഷ്ടമാണെന്ന് പറഞ്ഞ് വേണം ഇരിക്കാം. പക്ഷേ
ഓരോ ദിവസവും ഈ അമ്മച്ചിയുടെ മുഖം, ഇതുപോലെ കുറെ ആളുകളുണ്ട്. മത്തായിച്ചൻ്റെ മുഖം, ആ മത്തായിച്ചൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ച മനുഷ്യനാണ്. അനേകം നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പിന്മാറാൻ പറ്റുമോ? ഇല്ല. എന്ത് നഷ്ടങ്ങൾ വന്നാലും, എന്ത് വേദനകൾ വന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ എനിക്ക് പോയേ പറ്റൂ. ഹല്ലേലൂയ. ജീവനോടെ പറഞ്ഞ് ഹല്ലേലൂയ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. എൻ്റെ കയ്യിൽ അത്ഭുതം പ്രവർത്തിക്കാൻ മറ്റൊന്നുമില്ല. ഞാൻ അറിഞ്ഞതും ഞാൻ അനുഭവിച്ചതുമായ ദൈവത്തിൻ്റെ വചനം, ഈ വചനം നിങ്ങൾ റിസീവ് ചെയ്താൽ, സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്ക് മറ്റൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, വചനമെടുത്ത് പല ആവർത്തിയും വായിച്ച് ആ വചനം വായിക്കുമ്പോൾ അത്ഭുത ശക്തി വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ഇവിടെ എല്ലാത്തിലൂടെയും എല്ലാവരിലൂടെയും പരിപാലിക്കുന്ന ദൈവമാണ്. പരിപാലനം നൽകിയ വ്യക്തികളും സാഹചര്യങ്ങളും മാറിയാലും ദൈവം മാറുന്നില്ല എന്ന് നമ്മൾ അറിയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നത് ദൈവം നമുക്ക് വേണ്ടിയാണ്. അത് പിടിച്ചിറക്കി ആര് വെച്ചാലും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാകുമ്പോൾ അത് തിരിച്ചു തരും ദൈവം. ദൈവം നമുക്ക് വേണ്ടി തന്നത് നമുക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. താൽക്കാലികമായി ആരെങ്കിലും അത് പിടിച്ചു വെച്ചാലും അതിനെ മറിച്ച് നമുക്ക് തിരിച്ചേൽപ്പിക്കുന്ന ഒരു ദൈവത്തെ ഞാനും നിങ്ങളും കാണേണ്ടത്. കരമേറ്റി പറഞ്ഞു ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം ഞാൻ കാണുകയാണ്. എൻ്റെ അടുക്കൽ ഒരു കുടുംബം പ്രാർത്ഥനയ്ക്കായിരുന്നു. പ്രാർത്ഥനയ്ക്ക് കാരണം ഇതാ, വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമാണ്, 3 മക്കളുണ്ട്. അവരിപ്പോൾ അവളെ വേണ്ട. പാവം ഈ കൊച്ചി, അവൾക്ക് ഒത്തിരി പ്രായമൊന്നുമില്ല. 19 വയസ്സിൽ വിവാഹിതയായതാണ്. 3 മക്കളുമുണ്ട്. ഇവളെന്ത് ചെയ്യും? ഇവൾക്കിരുന്ന് കരയാനും ഞാൻ ഇനി ജീവിക്കുന്നില്ല എന്ന് പറയുവാനല്ലാതെ ഇവൾക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. വേദനയോടെയാണ് എൻ്റെ അടുക്കൽ വന്നത്. ഇവളുടെ അമ്മയുണ്ട്, 3 കുട്ടികളുണ്ട്. ഇവർ കരയുന്ന കണ്ടപ്പോൾ എനിക്കും കരയേണ്ടി വന്നു. ഈശോ പറഞ്ഞു, കരയുന്നവരോട് കൂടെ കരയണം, സന്തോഷിക്കുന്നവരോട്. ഞാൻ ആ കരച്ചില് പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു സമയമായി. അവൻ നിങ്ങളെ തേടി വരുന്ന സമയമാഗതമാകും. അവന് നിങ്ങളെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ആ സഹോദരി അമ്മയും അവരുടെ ഭർത്താവും കൂടെ എന്നെ തേടി വന്നു. ഹല്ലേലൂയ. പറഞ്ഞൊരു കാര്യം, കുറെ നാളുകളായിട്ട് എനിക്ക് ഇവിടെ ഡൈവോഴ്സ് ചെയ്യണം, മറ്റൊരു പെണ്ണിനെ കെട്ടണമെന്നായിരുന്നു ചിന്ത. ഹല്ലേലൂയ. 3 കുട്ടികളുണ്ട്, പാവം പിടിച്ചൊരു പെണ്ണുണ്ട്. അവിടെ വിട്ടിട്ട് അവന് വേറെ, ഇവനൊരു ലോറി ഡ്രൈവറാണ്. അവനങ്ങനെ മറ്റൊരു പെണ്ണിനെ ഇങ്ങനെ മോഹിച്ചിരിക്കുക. അവസാനം അവൻ വന്ന് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, ഈ 2 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം എൻ്റെ കൺമുന്നിലേക്ക് വരികയാണ്. എപ്പോഴാണ് ഇത് ആരംഭിച്ചത്? അവൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങിയ സമയം മുതൽ, അവൾക്ക് വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങിയ സമയം മുതൽ അവന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവന്റെ തെറ്റായ ജീവിത രീതി അവൻ ഉപേക്ഷിച്ചു. അന്ന് രാത്രി അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ തന്നെ ഭാര്യയല്ലാതെ, നിന്റെ മക്കളല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞത് കണ്ണുനീരോടെ ആ രാത്രി ഉറങ്ങാതെ എഴുന്നേറ്റിരുന്നു. പ്രഭാതത്തിൽ അവൻ ഭാര്യയുടെ അടുത്തിലേക്ക്, കുഞ്ഞുങ്ങളുടെ അടുത്തിലേക്ക് വന്നിട്ടാണ് എന്നെ കാണാനായിട്ട് വന്നത്. കരമേറ്റ് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഏത് സാഹചര്യങ്ങൾ മാറിയാലും, ആരെല്ലാം സംരക്ഷിച്ച് അവർ പിന്മാറിയാലും, ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ച കുടുംബസമേതം ഒരു നിവേദ്യാനുഗ്രഹത്തിലേക്ക് പോകാൻ ഒരുങ്ങി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇതാണ് ദൈവം. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതരുത്.
തിരിച്ചു വരാൻ ശക്തിയുള്ള ഒരു ദൈവത്തിലാണ് ഞാനും നിങ്ങളും ആശ്രയിക്കുന്നത് എന്നുള്ള ആ സത്യം നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിന്റെ 11 വാക്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യെശയ്യാ 58:11 ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യെശയ്യാ 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ ആസ്തികളെ ബലപ്പെടുത്തും. നട്ടുവളർത്തി പൂന്തോട്ടവും ഒരിക്കലും പറ്റാത്ത നീരുറവയും പോലെയാകുന്നേ. ഹല്ലേലൂയ. ഇതൊരു പാട്ടായിട്ട് നമ്മുടെ ഒരു കൊച്ചുകുട്ടി പാടുന്നുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ എല്ലാം പറഞ്ഞിരിക്കുന്നത് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. ഒന്ന് കരമുയർത്തി പറഞ്ഞു, കർത്താവ് എന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും എനിക്ക് സമൃദ്ധി നൽകും. അവിടുന്ന് എന്റെ ബലപ്പെടുത്തും, നട്ടുവളർത്തി പൂന്തോട്ടവും ഒരിക്കലും പറ്റാത്ത നീരുറവയും പോലെ അവിടുന്ന് എന്നെ സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വചനം വേണ്ട. യെശയ്യാ 58:11 നിങ്ങൾ കുറിച്ച് വെച്ചോ. ഇത് നിങ്ങൾ ആവർത്തിക്കണം. എത്ര പ്രാവശ്യം ഒരു ദിവസം പറയാൻ പറ്റുമോ അത്രയും പ്രാവശ്യം പറയണം. കർത്താവിനെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും എനിക്ക് സമൃദ്ധി നൽകും. അവിടുന്ന് എന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നട്ടുവളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും പറ്റാത്ത നീരുറവയും പോലെയായി ഞാൻ മാറും. അത് പറയണം. ഇതെന്താ? ഇത് വചനമാ. ഇതെന്താ? വചനമാ. ഇസ്ഹാക്കിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മോനെ ഇസ്ഹാക്കേ, നീ ഇവിടെ തന്നെ താമസിക്ക. ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഉണ്ട്. ചിലത് പറഞ്ഞു നീ മാറി താമസിക്ക, അവിടെ ഞാൻ വരത്തുള്ളൂ. കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നിങ്ങൾ ഈ വചനം യെശയ്യാ 58:11 ഒരു ദിവസം എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ ഇത്രയും പ്രാവശ്യം പറയാം. മനഃപ്പാഠമാക്കിയിട്ട് ചുമ്മാ പറയരുത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പറയണം. എന്താ? കർത്താവ് എന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും എനിക്ക് സമൃദ്ധി. ഈ മരുഭൂമിയിലെ കാര്യം പറയുമ്പോൾ ഓർമ്മ വേണം. ആരുടെ കാര്യമാണ്? ഇസ്ഹാക്കിന്റെ കാര്യം. സമൃദ്ധി നൽകും. ആ ദൈവമായ എൻ്റെ ദൈവം, ആ ദൈവമായ എൻ്റെ ശക്തി, ആ ദൈവമായ എൻ്റെ അനുഗ്രഹം. അതേ പ്രിയപ്പെട്ടവരെയും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മെ നയിക്കുന്നത് ചില കാലങ്ങളിലേക്ക് മാത്രമല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ നയിക്കുന്നത് ചില കാലങ്ങളിലേക്ക് മാത്രമല്ല, മറിച്ച് നിരന്തരം എപ്പോഴുമാണ്. നിരന്തരം എപ്പോഴും നയിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഒരു ധാരണ കടബാധ്യത വരുന്ന സമയത്ത് മാത്രമേ, രോഗം വരുമ്പോൾ മാത്രമേ. അല്ല, ദൈവം എന്നെ നയിക്കുന്നത് സദാ നയിക്കുന്നു. അവൻ ജീവിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ആ സാന്നിധ്യത്തിൽ ഞാൻ ഏറ്റുപറയണം. കർത്താവ് എന്നെ നിരന്തരം നയിക്കുന്നു. ഈ പ്രതിസന്ധിയിലും, ഈ കടഭാരത്തിലും, ഈ രോഗപീഠയിലും, ഈ കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും, ഈ വാടക വീട്ടിലും, ഈ ഭവനമില്ലാത്ത അവസ്ഥയിലും കർത്താവിനെ നിരന്തരം നയിക്കുന്നു. കരമറ്റ് മക്കളെ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജീവിതം വിട്ടെങ്ങോട്ടാ പോകേണ്ടത്? ഈ ദേശം വിട്ടെങ്ങോട്ടാ പോകേണ്ടത്? ഗെരാറിൽ വസിക്കാൻ പറഞ്ഞ ഐശ്വസിച്ചപ്പോൾ അവന്റെ കൂടെ നിന്ന്, അതേ ആ വനത്തിൽ പോയി താമസിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ കൂടെ നിന്ന് കാക്കകളുടെ അപ്പമാംസം കൊടുത്തു. അത് വീണ്ടും എങ്ങോട്ടാ കൊണ്ടുപോയത്? സറാഫത്ത് എന്ന പട്ടണത്തിൽ വിധവയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് നട്ടിട്ട് നാളെ പറിച്ചു നോക്കിയാൽ വേരുണ്ടാകത്തില്ല കേട്ടോ. വേരുണ്ടാകണമെങ്കിൽ അതിനൊരു സമയം വേണം. ടൈം ടു ടൈം.
ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കുക, ആ സറഫാത്തിയുടെ വിധവയുടെ കലത്തിൽ മാവ് നിറച്ചുകൊണ്ടല്ല ഏലിയ പ്രവാചകനെയും ആ വിധവയെയും മകനെയും ദൈവം സംരക്ഷിച്ചത്. ബൈബിൾ നിങ്ങൾ വായിക്കണമത്. അവരുടെ കലത്തിൽ മാവ് നിറച്ചു വെച്ചുകൊണ്ടല്ല. പക്ഷെ അവരുടെ അത്ഭുതം എടുക്കും തോറും അതിൽ വന്നുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സർവ്വത്തിലെ വിധവയുടെ കലത്തിൽ മാവ് നിറച്ചുകൊണ്ടല്ല ഏലിയ പ്രവാചകനെയും കുടുംബത്തെയും ദൈവം ദീർഘകാലം പരിപാലിച്ചതെങ്കിൽ അവളുടെ ഭരണിയിൽ അനേക നാളുകളിലേക്ക് ആവശ്യമായ എണ്ണയും നിറച്ചു കൊടുത്തില്ല എന്നാ ബൈബിളിൽ പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിൽ എന്ത് വേണം? ആ കാര്യം സാധിച്ചെടുക്കാൻ ആവശ്യമായ സമ്പത്തെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യം അത് നമ്മുടെ കൈ കിട്ടിയാലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? അല്ലേ? നമ്മൾ പോകത്തുള്ളൂ. ഇപ്പം വിദേശത്തേക്ക് പോകുന്ന ചേട്ടൻ പറഞ്ഞു, മോനെ വിസ വന്നു പോയി. വിസ കിട്ടാതെ അവന് വിദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല. അതുപോലെയല്ല ഇത്. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും.